ഞാൻ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് ഞാൻ മാത്രം ശിക്ഷ അനുഭവിക്കുന്നു എന്നോർക്കുമ്പോൾ കിട്ടുന്ന സമാധാനം. അപ്പോൾ നമസ്കാരം, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പൊന്മുടിയിലേക്ക് പോവുകയാണ്. കുറേ ആളായവനെ കൊണ്ട് പൊന്മുടി പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഹിൽ സ്റ്റേഷനുള്ള കാര്യം ഞാനിവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും കാണണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതർസ് അങ്ങനെ നമ്മൾ പൊന്മുടി हिल स्टेशन लेके പോവുക. आज हम लोग പൊന്മുടി हिल स्टेशन जा रहे हैं. പൊന്മുടി हिल स्टेशन കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ പോണ വഴിക്കുള്ള കാഴ്ചകളും നിങ്ങളെ കാണിക്കാം. ഓക്കെ. നമ്മളെ പോണ വഴിക്ക് മണപ്പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ നാളെ മണപ്പുറം ഇവിടെയൊക്കെ വന്നാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. നിങ്ങൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഉൾപ്രദേശമായ നമ്മളിങ്ങോട്ടൊക്കെ വന്നാൽ ഇങ്ങനെ കുറേ നല്ല കാഴ്ചകൾ കാണാം. ഇവിടെ കണ്ട ഒരു തോട്, ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ കാണാൻ. അങ്ങനെ നമ്മളതാ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെ ഡെസ്റ്റിനേഷനായ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. നമ്മളെ തിരുവനന്തപുരം. ഈ വ്യൂ എങ്ങനെയാ ഒരു നോക്കണം. ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യണത്. ഇത് അവൻ്റെ അവനും എക്സൈറ്റ്മെൻറ്റിലാണ് പൊന്മുടി കാണുന്നതിൻ്റെ. നമ്മളിപ്പോൾ കാട്ടാക്കട എത്താറായി. കാട്ടാക്കടയിൽ നിന്ന് ഇനി നമുക്ക് വിതുര റൂട്ട് പിടിക്കണം. ആര്യനാട് കയറിയിട്ട് സീതാ കാട്ടാക്കട എത്തിയിട്ടുണ്ട്. കാട്ടാക്കട ബസ് സ്റ്റാൻഡ്, നമ്മളെ കാട്ടാക്കട മാർക്കറ്റൊക്കെ കാണാം. കണ്ടില്ലേ? അതെല്ലാം നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട്ടാക്കട പിന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കും. എന്നിട്ട് നമ്മളതാ പൂവച്ചലോട്ട് പൂവച്ചൽ പോണ റോഡ്, അതായത് വിതുര ആര്യനാട് പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങോട്ട് പോയാൽ നേർ ഡാം, വെള്ളറട ഒക്കെ പോകുന്ന റൂട്ടാണ്. നമ്മൾ ഈ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ റൂട്ടാണ് എളുപ്പം. ഈ വഴി നേരെ പോയിട്ട് പിന്നെ നമ്മൾ വെള്ളനാടൊക്കെ പോകണവർക്ക് ഈ വഴി പോവാം. സീതാ ഇവിടെ കാട്ടാക്കടയിലുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. ഞാൻ ആരുടെ അടുത്തും അങ്ങനെ ഒന്നും പറയാറില്ല. അതായത് ഈ ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഒന്ന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ അതില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കും. എത്ര തന്നെ. ഞാൻ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുള്ള കാലമൊന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. പിന്നെ ഇതേപോലെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പോണ വഴിക്ക് ഉള്ളൊരു മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. നമ്മൾ നാളൊരു കാലത്ത് നമുക്ക് എണീറ്റ് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കിടപ്പിലാവുമല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മനുഷ്യരാ ഒരിതല്ലേ. ചിലപ്പോൾ നാളെ ചത്തു എന്ത് ചെയ്യും. നമ്മളിതൊക്കെ ഒരു ഓർമ്മയിൽ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആരെയും കത്തി വെച്ച് ഉപദ്രവിക്കാനൊന്നും ഞാനില്ല. ഇവിടെ ചേച്ചി
കൊള്ളാം. ഇതൊക്കെയാണ് വിമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ കുറേ പേരിങ്ങനെ മുമ്പോട്ട് വരണം. ഓട്ടോ ഓടിക്കാനല്ല, ഇതേപോലെ ഇങ്ങനെ കുറേ ഇത് ചെയ്യുന്ന ഓരോ ഇത് നമുക്ക് എല്ലാവരെയും വീഡിയോ എടുക്കാം. നമുക്ക് ഇവരെയും വീഡിയോ എടുത്ത് നോക്കാം. बहुत ज़्यादा ब्लॉक है. എങ്ങനെയാണോ എന്താ ആക്സിഡൻറ്റ്? അങ്ങനെ നമ്മൾ ആര്യനാടെത്തി. ഇനി ഇവിടുന്ന് വെറും 36 കിലോമീറ്ററാണ് ഇനി അവിടേക്ക്. ഒന്നര മണിക്കൂറാണ് കാണിക്കുന്നത് ട്രാവൽ ടൈം. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറിനകത്ത് എത്തും എന്ന് വിചാരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ പൊന്മുടിയിൽ. എത്ര പറഞ്ഞാലത് മതിയാവില്ല നമുക്ക്. ഞാൻ പണ്ട് കൊച്ചിലേ പോയിട്ടുള്ളതാണ് പൊന്മുടിയിൽ. ഇനിയിപ്പോൾ ഇന്ന് പോകും. ഞാൻ ക്യാമറ സ്റ്റെബിലിറ്റി ആയിട്ട് പിടിക്കാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ലേ. ഇതേപോലെ ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇങ്ങനെ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് തോന്നുള്ളൂ. അമ്മേ, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മളിവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മളിവിടുന്ന് അങ്ങോട്ട് തിരിക്കുകയാണ്. ഇവിടുന്ന് ഇവിടുന്ന് 57 മിനിറ്റാണ് കാണിക്കണം. 30 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സമയം 2:24. അവിടെ ചെന്നിട്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥ. അവിടെയും വെയിലാണോ? അവിടെ എന്തായിരുന്നാലും വെയിലായിരിക്കില്ല. ഓടെയൊക്കെ കാണാം എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പോണത്. കാണാൻ പറ്റണം, അല്ലെങ്കിൽ തേഞ്ഞു പോകും ഗൈസ്. നമ്മളെ തേഞ്ഞു പോകുന്ന കാരണം നമ്മളെ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. ഇവിടെ കുറേ പറയും, വേറെ കുറേ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സമയത്ത് പറയണേ നമ്മൾ. ഇപ്പം അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് ഉണ്ട്. എന്തായാലും നല്ല റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഇവിടുന്ന് ഒരു 30 കിലോമീറ്ററാണ് കാണിക്കണം, പക്ഷെ 1 മണിക്കൂർ ടൈം കാണിക്കുന്നുണ്ട്. അതാണ് വേറെ വിഷയം. കറക്റ്റ് തന്നെ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞവർക്ക് നെടുമങ്ങാടുന്ന്, അതായത് തിരുവനന്തപുരം മെയിനിൽ നിന്ന് പറഞ്ഞവർക്ക് നെടുമങ്ങാട് കയറി വരാം. ഇതിപ്പോൾ ഞാൻ ഇതുവഴിയാണ് വന്നത്, കാട്ടാക്കട ആ വഴി വന്നുകൊണ്ടാണ്. നോക്കിയേ പാറ, ഒരു രക്ഷയില്ല, സൂപ്പർ തന്നെ. പിന്നെ അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. उसके ऊपर एक पत्थर है, देखा? അതിൻ്റെ മുകളിലൊരു പാറക്കെട്ട് കണ്ടോ? ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ കണ്ടൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഇടുന്നിട്ടും എന്ത് ചെയ്യാൻ, ഞാൻ അധികം സംസാരിക്കണ ആളൊന്നുമല്ല. പിന്നെ ഒരു ഇതിൻ്റെ പുറത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മേ ബി ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. അത് നിങ്ങളെ ചോയ്സാണ്, ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഇത് ഇന്നും നാളെയും കൊണ്ടൊന്നും സക്സസ് ആവില്ല എന്നാണ് എനിക്കറിയാം. പിന്നെ എന്തായിരുന്നാലും ഇറങ്ങി. അപ്പോൾ പിന്നെ ഒന്ന് അറ്റംപ്റ്റ്, നമ്മളൊരു സാധനം അങ്ങ് ട്രൈ ചെയ്യില്ല. അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് നോക്കി നോക്കാം, എന്തായിരുന്നാലും ട്രൈ ചെയ്യുക. പിന്നെ ട്രാവലെന്ന് പറയുന്നത് ഒരു പാഷൻ തന്നെയാണ്. അത് എത്ര ട്രാവൽ ചെയ്താലും, എവിടെ പോയ സ്ഥലത്തിന് പോയാലും, നമ്മൾ എത്ര പോയാലും മടുക്കാത്തൊരു സംഭവമാണ് ട്രാവൽ. നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് ഓരോരോ എക്സ്പീരിയൻസും ഓരോരോ പുതിയ കാഴ്ചകളും കാര്യങ്ങളും ആയിരിക്കും കാണാനും നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റണത്.
അത് വെറുതെ പറയണമല്ല. കുറേ നമ്മൾ എത്ര കോളേജിൽ പോയി പഠിച്ചാലും നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ ട്രാവൽ ചെയ്ത് കിട്ടണ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം ഞാൻ പറയുന്നത് എന്താണ്. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ബോർഡുണ്ട്. ഈ വഴി പോയാൽ ചിട്ടച്ചാൽ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ വിതുര പൊന്മുടി ആ റൂട്ടാണ് പിടിക്കുന്നത്. ഈ സൈഡ് സീതാജാന ഇതർ. അങ്ങനെ നമ്മളത് നേരെ പൊന്മുടിക്ക് വെച്ച് പിടിക്കുക. ഇനി ഇവിടുന്ന് വേറെ 25 കിലോമീറ്റർ മാത്രമാണ് പൊന്മുടിയിലേക്ക് ഡിസ്റ്റൻസ് നോക്കിയപ്പം കാണിക്കണത്. പിന്നെ ഒരു 48 മുക്കാൽ മണിക്കൂർ പിടിക്കും എന്തായിരുന്നാലും. മഴ പെയ്ത് കിടക്കുക. നല്ല ടേർണിങ്സ് ഉണ്ട് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വളവ് കാര്യങ്ങൾ. നാട്ടിലെ മല അങ്ങ് ദൂരെ കാണാം. ഇവിടുന്ന് തന്നെ 20 കിലോമീറ്റർ കാണിക്കണം. वाटर फॉल्स है लेकिन क्लोज्ड है रेनी सीजन के लिए। रेनी सीजन हाँ ऊपर नहीं जा सकते। वो एकदम हम लोग घुसे हैं अभी। अच्छा रूडली बाहर कर दिया अभी। अच्छा ऊपर भी नहीं जा सकता। अच्छा रेनी सीजन तो अच्छा है देखने। की हर बार लैंडस्लाइड होते हैं। अच्छा लैंडस्लाइड होते हैं, पत्थर गिरते हैं, इसीलिए रेनी सीजन बंद। आप कहाँ से है? मैं केरला से, ये तेलंगाना से। हैदराबाद टू लद्दाख गया, लद्दाख से काश्मीर टू कन्याकुमारी अभी। हम लोग कोलकाता से है। हम लोग का काम था थोड़ा वीकेंड ले लिया तो याद इधर गए टेम्पल नहीं पद्मा नहीं, वो उसका सेमिनार था तो कल हम लोग सिर्फ कोवलम किया। कोवलम बीच कल बंद है ना? कोवलम बीच कोवलम बीच बंद है नहीं, समुंदर है हाँ, वो फेंसिंग कर दिया। हाँ फेंसिंग कर दिया, हवा ज़्यादा आ रही है सोच के इसलिए बंद किया। मैं भी गया। अच्छा रामतीर्थम बीच है उसका आगे, वो उधर से ही है। वर्कला नहीं, वर्कला उस तरफ है शिवा टेम्पल। अच्छा उसके बीच में रामतीर्थम एक बीच है, इधर जा सकते हैं अंदर। ओके उसका पास नहीं रहेगा, 2 किलोमीटर ऐसा रहेगा। वर्कला अभी खुला है? वर्कला हाँ वर्कला सभी टाइम खुला है। कौन मेरे अभी जा रहा? कल ओपन होगा? कल इधर ओपन होगा क्या? नहीं नहीं हाँ हम पूछा एक लोगों से। पोनमुड़ी भी क्लोज है। पोनमुड़ी क्लोज नहीं, ठीक है पोनमुड़ी जाता है ना। हाँ वही। तुम कैसा है? हम यहाँ एक बड़ी बार काउंटी में बुकिंग की 3 दिन के लिए। अच्छा इधर ही रहेगा। ये बहुत अच्छा था देखने के लिए, ये रहता तो इधर अलाउ करेगा तो। अरे इधर पूरा ऐसे नहीं अलाउ नहीं करेगा वो, एक डैम गया क्योंकि इधर है ना पानी ज़्यादा तेज़ से आता है, इसीलिए अलाउ नहीं करेगा कभी भी। नहीं मतलब ये पोनमुड़ी जाते टाइम में तुमको एक बीच में एक एंट्री पॉइंट में एक इधर वो रिवर है, उधर कभी भी खड़ा नहीं होने देता है क्योंकि पानी ज़्यादा आएगा। हाँ वही है। അങ്ങനെ ഇവിടെ ഇപ്പം അലൗഡല്ല. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മൾ പൊന്മുടിയിലോട്ട് പോകാൻ വിചാരിക്കുന്നത്. ബാക്കി പിന്നെ വരണടുത്ത് വെച്ച് നോക്കാം എന്തായിരുന്നാലും. मीनमुट्टी वाटरफॉल्स ये ऊपर से आता है पानी. അങ്ങനെ ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഫുള്ള് മഴ കാരണം അവർ ക്ലോസ് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ തിരിച്ച് പൊന്മുടിയിലേക്ക് പോവാം ഇവിടുന്ന്. ഇനി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. चलो ऊपर चलते हैं.
അങ്ങനെ അവരിതാ ഇവിടുന്ന് അവർ കാണാൻ പറ്റാതെ ടീക്ക് 200 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ. നല്ല കൊടുങ്കാടാണ്, ഒരു രക്ഷയില്ല. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കും. ഒന്ന് ടിക്കറ്റ് എടുക്കുക. അല്ല അവിടെ വണ്ടി നമ്പർ പറയണം അല്ലേ? ആ എഴുതോ, ശരി. അങ്ങനെ നമ്മൾ 2 പേർക്കും കൂടെ 100 രൂപയാണ് ആയത്. എമൗണ്ട് വന്നിട്ട് 80 ഇട്ടിട്ടുണ്ട്. പിന്നെ 2 വീലറിന് 20 രൂപ, 2 അഡൽട്ടിന് ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാണ്. അങ്ങനെ 2 പേർക്ക് 40 80 രൂപയാണ്. അങ്ങനെ നമ്മൾ മണി തൊട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ സമയം. 4 മണിയാകുമ്പം ഇവിടെ നിന്ന് എല്ലാവരും അടിച്ച് വെളിയിലിറക്കും പോലീസ്. പിന്നെ ഇവിടെ പിന്നെ മീൻമുട്ടി വാട്ടർഫാൾസൊക്കെ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ പോയിരുന്നു. പിന്നെ ഇവിടെ വെള്ളം ഏത് സമയം വേണോ കൂടാം കുറേ. കാര്യം ഒറ്റയടിക്കായിരിക്കും കയറി അങ്ങ് വരുന്നത്, അടിച്ചങ്ങ് എടുത്തുകൊണ്ട് പോകും നമ്മളവിടെ പാറക്കെട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ആ സേഫ്റ്റിയുടെ ഇഷ്യൂ കാരണം അവർ कैसा है एक्सपीरियंस? നമ്മൾ ഈ വണ്ടിയിൽ വന്ന് महेश वो कैप निकालना। कौन सा भी सेम है? समझे यही है ना वाटर? नहीं, मैं पूछ रहा था ऊपर अलाउड करेगा? इधर प्लास्टिक का യൂസ് नहीं करती. അല്ല മുമ്പ് ഇത് കൊണ്ടുപോകാൻ പറ്റും. കുഴപ്പമില്ല. 30 rupees. ഇന്നലെ പോയി മാങ്ങ വില കാട്ടി ഈ വാടിയ മാങ്ങയും തന്നു 300 രൂപ വാങ്ങിച്ചു മേടിക്കും. എവിടുന്ന് വാങ്ങിച്ചു? ഇതിലെ ചന്തമുക്കിനകത്ത് മാങ്ങ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. സീസൺ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഓണമൊക്കെ ആയതുകൊണ്ട് മാങ്ങയ്ക്ക് വില. अभी आम का सीजन नहीं है ना. മേളിലും അത് തന്നെ വില 30 രൂപ തന്നെ. तुम पियो. एक किधर मिलेगा? इधर मिलेगा? ये माते टाइम में एक टेंशन आया था ना. उधर से ये क्या आता है, ये लोग इधर से बस में जाके इधर बस आएगा? हाँ, इधर പൊന്മുടി तक बस है. പൊന്മുടി വരെ ഒരു ബസ് അല്ലേ? ഉണ്ട്, ബസ്സുണ്ട് 5-6 അഞ്ചാറുണ്ട്. അതിലല്ലേ പോകുന്നത് ചന്തയ്ക്കൊക്കെ? बस में इधर नहीं देखा एक बस भी. एक बस भी नहीं देखा अभी तक. ഇപ്പോൾ ബസ് ഉണ്ടോ? എപ്പോൾ വരും? മണി 2 2:30. അപ്പൊ വരും 3 മണിക്ക് വരുമ്പോൾ. 3 बजे एक बस है बोल रहा. अच्छा, जाते टाइम में देख सकता है. നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ബസ്സിലും വരാം. ബസ് അവിടെ നിന്ന് എത്ര മണിക്ക് രാവിലെ എപ്പോഴാണ്? രാവിലെ ഇവിടെ വരുമ്പോൾ 7:30 ആവും വരണം. പിന്നെ അത് കഴിഞ്ഞ് 8 മണിക്ക് വന്നു, 7:45 8 മണിക്ക് വന്നു. അത് കഴിഞ്ഞ് 9:30, പിന്നെ 10 മണിക്ക്, പിന്നെ 12 പിന്നെ 2 മണിക്ക്, ഇപ്പോഴും ഉണ്ട് 2:30. പിന്നെ അത് കഴിഞ്ഞ് 3, പിന്നെ 5 മണിക്ക് വന്നു. किधर डालना? ഇത് വേസ്റ്റ് എവിടെ കിടക്കണം? చాక్ దో పొన్ముడికి ఇంకా 10 కిలోమీటర్స్ ఉంది అంతే ఇక్కడ నుంచి. చలో కారారా. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും ആ പാറക്കെട്ടിന്ന്. കോടയൊക്കെ നിൽക്കുന്നുണ്ട് നല്ല. അവിടെ റിസോർട്ട് എന്തോ, നമ്മളങ്ങോട്ടാ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ
നമ്മളെ ചെക്കിംഗ് പോയിന്റ്. ഇവിടെ നമ്മളെ ടിക്കറ്റ് കാണിക്കണം. പോളി അങ്ങനെ നമ്മൾ हिल स्टेशन एती. इधर ही पार्किंग करना. ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പൊന്മുടിയേക്കും അങ്ങനെ പൊന്മുടി എത്തി. महेश कैसा है? मस्त है मस्त. बारिश होता है अच्छा है. अभी बारिश पता नहीं बारिश होगा. हो तो ऐसा ऐसा मस्ती करना इधर. अरे वो उधर गया उधर गया है. जाना है तो जाओ. ये बोला ना ऐसा वाला ग्रास होना मेरे को. मतलब इधर ऊपर मिलेगा देख. नहीं गाड़ी